അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പതിറ്റാണ്ടുകളായുള്ള ശക്തമായ സൗഹൃദത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇതേ ഇസ്രായേലിൽ നിന്നുള്ള ചാരപ്രവർത്തന ഭീഷണി ഏറ്റവും ഉയർന്ന നിലയിലേക്ക്, അതായത് ലെവൽ 4 അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലെവലിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ. തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയിൽ നിന്ന് നേരിടുന്ന ഈ ഭീഷണിയെ തീവ്രമായ ഭീഷണി എന്നാണ് US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. എന്തുകൊണ്ടാണ് പെന്റഗൺ ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ അതിനു പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇസ്രായേൽ ഒരേ സമയം അമേരിക്കയുടെ തന്ത്രപ്രധാന പങ്കാളിയാണെങ്കിലും US-ന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യകളും സൈനിക രഹസ്യങ്ങളും ചോർത്താൻ അവർ നിരന്തരം ശ്രമിക്കുന്നുണ്ടെന്നാണ് പെന്റഗണിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക കരാറുകൾ, പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയാണ് ഇസ്രായേലി ചാരന്മാരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. തങ്ങളുടെ സൈനിക മേധാവിത്വം നിലനിർത്താനും ആയുധ സാങ്കേതികവിദ്യ വികസിപ്പിക്കാനും അവർ US രഹസ്യങ്ങൾ ചോർത്താൻ മടിക്കില്ലെന്ന് വാഷിംഗ്ടൺ തിരിച്ചറിയുന്നുണ്ട്. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രധാനമായും ചാരപ്രവർത്തനം നടത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷങ്ങളിൽ അമേരിക്കയുടെ ആഭ്യന്തര തീരുമാനങ്ങളും ചർച്ചകളും മുൻകൂട്ടി അറിയുകയാണ് അവരുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഇറാനുമായുള്ള യുദ്ധത്തിന്റെ ദിശ എന്തായിരിക്കുമെന്നും ലബനനിലെ സൈനിക നീക്കങ്ങളിൽ അമേരിക്കയുടെ നിലപാടെന്താണെന്നും മനസ്സിലാക്കാൻ ഇസ്രായേൽ അതീവ താൽപര്യം കാണിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ അടുത്തിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും ഇതിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. ഇറാനെതിരെ പുതിയ സൈനിക നീക്കങ്ങൾ നടത്താൻ നെതന്യാഹു സമ്മർദ്ദം ചെലുത്തുമ്പോൾ നയതന്ത്രപരമായ പരിഹാരത്തിനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇസ്രായേലി ചാരവൃത്തിയെക്കുറിച്ചുള്ള പെന്റഗണിന്റെ ആശങ്ക പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായതല്ല. US-ഉം ഇസ്രായേലും തമ്മിലുള്ള ചാരയുദ്ധത്തിന് ദശകങ്ങളുടെ പഴക്കമുണ്ട്. 1980-കളിൽ അമേരിക്കൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ജൊനാഥൻ പൊള്ളാർഡ് US രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകിയ സംഭവം വലിയ വിവാദമായിരുന്നു. പിന്നീട് 2000-കളുടെ തുടക്കത്തിൽ പെന്റഗൺ ഉദ്യോഗസ്ഥനായ ലോറൻസ് ഫ്രാങ്ക്ലിൻ വഴി അമേരിക്കയിൽ ഏറ്റവും സ്വാധീന ശക്തിയുള്ള പ്രൊപ്പഗണ്ട ലോബിംഗ് ഗ്രൂപ്പുകളിലൊന്നായ അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയിലേക്ക് രഹസ്യ വിവരങ്ങൾ ചോർന്നതും ചരിത്രത്തിലുണ്ടായി. ഈ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഇസ്രായേലിനെ ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങളുടെ അതേ ഭീഷണിയുടെ പട്ടികയിലേക്ക് അമേരിക്ക ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെന്റഗണിന്റെ ഈ 7 പേജുള്ള രഹസ്യരേഖയിൽ ഇസ്രായേലിന്റെ മനുഷ്യ വിഭവശേഷിയും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ള ചാരപ്രവർത്തന രീതികളെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. സൈബർ ലോകത്തെ അവരുടെ അത്യാധുനിക ഹാക്കിംഗ് ടൂളുകളും പെഗാസസ് പോലുള്ള സ്പൈവെയറുകളുടെ നിർമ്മാണവുമെല്ലാം അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഇസ്രായേൽ എംബസി പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികൾക്കെതിരെ ചാരപ്രവർത്തനം നടത്താറില്ല എന്നാണ് അവരുടെ വാദം. എന്തായാലും ഈ നീക്കത്തിലൂടെ പെന്റഗൺ തങ്ങളുടെ പ്രതിരോധ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കർശനമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇസ്രായേൽ സന്ദർശിക്കുമ്പോഴും അവരുടെ ഉദ്യോഗസ്ഥരുമായി ഇടപെടുമ്പോഴും അതീവ ജാഗ്രത പുലർത്തണമെന്നും സുരക്ഷിതമായ ആശയവിനിമയ ഉപാധികൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അവർ നിർദ്ദേശിക്കുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഇല്ല, മറിച്ച് സ്ഥിരമായ താൽപ്പര്യങ്ങൾ മാത്രമേയുള്ളൂ എന്ന നയത്തെ അടിവരയിടുന്നതാണ് പെന്റഗണിന്റെ ഈ പുതിയ നടപടി. സഖ്യകക്ഷിയാണെങ്കിൽ പോലും സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല എന്ന സന്ദേശമാണ് പെന്റഗണിന്റെ ഈ നീക്കത്തിലൂടെ തെളിയിക്കപ്പെടുന്നത്.